Hi, A03 Readings from the Fringes Model Question Paper മൂന്നാം ഭാഗം. Now friends, in this video we are going to discuss the essays. ഓർക്കണം, ചോദ്യങ്ങൾ 4 എണ്ണം ഉണ്ട്. നന്നായി അറിയാവുന്ന 2 എണ്ണം എഴുതണം. ഏകദേശം 200-250 വാക്കിൽ. ഒരു എസ്സേക്ക് 10 മാർക്ക് വെച്ച് 2 എസ്സേക്ക് 20 മാർക്ക്. So friends, here is essay question number 1. അതായത് ചോദ്യ പേപ്പറിൽ 24ാമത്തെ ചോദ്യം. വന്ദന ശിവാസ് Everything I need to know I learned in the forest is an attempt to highlight the integration of humans with nature. Discuss. അതായത് പ്രകൃതിയെയും മനുഷ്യനെയും കൂട്ടിയിണക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കാനുള്ള ഒരു ശ്രമമാണ് വന്ദന ശിവ ഈ എസ്സേയിൽ നടത്തുന്നത്. ഇത് ഒന്ന് വിശദമാക്കാമോ? ഇതാണ് ചോദ്യം. വന്ദന ശിവാസ് എസ്സേ Everything I need to know I learned in the forest is an attempt to highlight the integration of humans with nature. അതെ, പ്രകൃതിയെയും മനുഷ്യനെയും ഒരുമിപ്പിക്കേണ്ടതിന്റെ, അതായത് കൂട്ടിയിണക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുകയാണ് വന്ദന ശിവ ഈ എസ്സേയിൽ ചെയ്യുന്നത്. Well, this is paragraph number 1. Now paragraph number 2. Vandana Shiva's ecological journey started in the forests of the Himalaya. അവരുടെ പരിസ്ഥിതി യാത്ര ആരംഭിക്കുന്നത് ഹിമാലയത്തിലെ വനാന്തരങ്ങളിലാണ്. Her father was a forest conservator and her mother a farmer. അവരുടെ അച്ഛൻ അവിടുത്തെ പ്രധാന വനപാലകനായിരുന്നു, അമ്മ കർഷകയും. It is from the Himalayan forests that she learned most about nature and ecology. പ്രകൃതിയെയും പരിസ്ഥിതിയെയും കുറിച്ച് അവർ പഠിച്ചത് മുഴുവൻ ഹിമാലയത്തിലെ കൊടും വനങ്ങളിൽ വെച്ചാണ്. The songs and poems her mother composed for children were about trees, forests and India's forest civilizations. കുട്ടികൾക്ക് വേണ്ടി അവരുടെ അമ്മ രചിച്ച ഗാനങ്ങളും കവിതകളും മുഴുവൻ വൃക്ഷങ്ങൾ, വനങ്ങൾ, ഇന്ത്യൻ വനങ്ങളിലെ ആദിമ സംസ്കാരങ്ങൾ ഇവയെക്കുറിച്ചായിരുന്നു. Friends, this is paragraph number 2. Now paragraph number 3. Shiva's involvement in the contemporary ecology movement began with the Chipko, a non-violent response to the large-scale deforestation in the Himalayan region. ഹിമാലയൻ മേഖലകളിലെ അതിഭീകരമായ വനനശീകരണത്തിനെതിരായുള്ള അഹിംസയുടെ മാർഗം ഉപയോഗിച്ചുള്ള പ്രതിരോധം അഥവാ പ്രതികരണം, അതാണ് ചിപ്കോ പ്രസ്ഥാനം. ഈ നിലയിലാണ് വന്ദന ശിവയുടെ സമകാലിക പാരിസ്ഥിതിക പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. In the 1970s, the peasant women from her region in the Garhwal Himalaya had come out in defense of the forest. 1970കളിൽ ഹിമാലയത്തിലെ ഗർവാൾ മേഖലയിൽ നിന്നുള്ള സാധാരണ കർഷക വനിതകൾ വന സംരക്ഷണ പരിപാടികൾക്കായി മുന്നോട്ട് വന്നിരുന്നു. Logging had led to landslides and floods and the scarcity of water, fodder and fuel. വൻതോതിലുള്ള മരമുറിക്കൽ മൂലം മണ്ണിടിച്ചിൽ, പ്രളയം, ജലദൗർലഭ്യം, കാലിത്തീറ്റ, ഇന്ധനം ഇവയുടെ ലഭ്യതക്കുറവ് എന്നീ ദോഷങ്ങൾ ഉണ്ടായിരുന്നു. Since women work for the basic needs, the scarcity meant longer walks for them for collecting water and firewood and a heavier burden. വീടുകളിലെ സാധാരണ ജോലികൾ ചെയ്തിരുന്നത് വനിതകളായിരുന്നതിനാൽ വെള്ളം, വിറക് തുടങ്ങിയ സാധനങ്ങൾ ശേഖരിക്കാൻ വേണ്ടി അവർക്ക് കൂടുതൽ ദീർഘദൂരം താണ്ടേണ്ടി വന്നു. അങ്ങനെ അവർക്ക് കൂടുതൽ കഷ്ടപ്പാട്. So the women decided to protect the trees. അങ്ങനെ വൃക്ഷങ്ങളെ സംരക്ഷിക്കാൻ സ്ത്രീകൾ മുന്നിട്ടിറങ്ങി. When the loggers came, the women embraced the trees, telling the loggers that they can cut the trees only after killing them. മരം മുറിക്കാൻ ആളുകൾ വന്നപ്പോൾ മരങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വനിതകൾ പറഞ്ഞു, അവരെ കൊന്നിട്ടേ വൃക്ഷങ്ങളെ മുറിക്കാൻ സമ്മതിക്കൂ എന്ന്. Well friends, this is paragraph number 3. Now here is the last paragraph. Vandana Shiva's ideas about ecocentrism culminated in the establishment of the Earth University at the Navadanya farm. വന്ദന ശിവയുടെ പരിസ്ഥിതി പ്രവർത്തനം ഇന്ന് എത്തി നിൽക്കുന്നത് ഉത്തരാഖണ്ഡിൽ 45 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന നവധാന്യ ഫാമിൽ സ്ഥാപിച്ചിരിക്കുന്ന എർത്ത് യൂണിവേഴ്സിറ്റിയിലാണ്. One of the subjects taught there is Earth Democracy. അവിടെ പഠിപ്പിക്കുന്ന വിഷയങ്ങളിലൊന്ന് ഭൂമിയിലെ ജനാധിപത്യമാണ്, അഥവാ ഭൂമിയുടെ ജനാധിപത്യം. It is the freedom for all species to evolve within the web of life. അതെന്താണ് ഈ എർത്ത് ഡെമോക്രസി? അതായത് ഈ ഭൂമി എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളതാണ്. സസ്യജാലങ്ങൾ, ജന്തുക്കൾ, പക്ഷിമൃഗാദികൾ, മനുഷ്യർ, എല്ലാവർക്കും, ആർക്കും ആരെയും കൊല്ലാൻ അധികാരമില്ല. അത് തന്നെ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഒരുപോലെ. ഇറ്റ് ഓൾസോ മീൻസ് ദ ഫ്രീഡം ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഹ്യൂമൻസ് ടു റെക്കഗ്നൈസ്, പ്രൊട്ടക്ട് ആൻഡ് റെസ്പെക്ട്
the rights of other species. മറ്റു ജീവജാലങ്ങളെ അംഗീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്ന ചുമതല കൂടി മനുഷ്യനുണ്ട് എന്ന് ഇത് അർത്ഥമാക്കുന്നു. Well, this is the first essay. Now friends, question number 25, the second essay question. How does P. Sainath portray the unheard stories of freedom struggle through the Adivasi women of the village Saliha? സലിഹ ഗ്രാമത്തിലെ ആദിവാസി യുവതികളുടെ കഥയിലൂടെ അധികമാരും കേൾക്കാത്ത സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ കഥ സായിനാഥ് എങ്ങനെയാണ് വരച്ചു കാട്ടുന്നത്? ഇതാണ് ചോദ്യം. Now take a look at the answer. Here is paragraph number 1. P. Sainath is a well-known Indian journalist and author. വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു ഇന്ത്യൻ പത്രപ്രവർത്തകനും എഴുത്തുകാരനുമാണ് പി സായിനാഥ്. In the article, when Salihan took on the Raj, he portrays the unheard stories of freedom struggle through the Adivasi women of the village Saliha. ഈ ആർട്ടിക്കിളിൽ സലിഹ ഗ്രാമത്തിലെ ആദിവാസി യുവതികളുടെ കഥയിലൂടെ ഇതുവരെ ആരും കേൾക്കാത്ത സ്വാതന്ത്ര്യ സമര കഥകൾ സായിനാഥ് വളരെ ഭംഗിയായി വരച്ചു കാട്ടുന്നു. This is paragraph number 1. Now on to paragraph number 2. Salihan was a valiant Adivasi woman freedom fighter from the Nuwapeda district of Odisha. ഒഡീഷയിലെ നുവാപ്പഡ ജില്ലയിൽപ്പെട്ട സലിഹ എന്ന ഗ്രാമത്തിൽ നിന്നുള്ള ഒരു ആദിവാസി വനിതയായ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് സലിഹാൻ. With only a lathi in hand, she took on an armed British officer. വെറും ഒരു ലാത്തി മാത്രം കയ്യിൽ വെച്ചുകൊണ്ട് ആയുധധാരിയായ ഒരു ബ്രിട്ടീഷ് പട്ടാള ഓഫീസറെ അവർ ഒറ്റയ്ക്ക് ധീരതയോടെ നേരിട്ടു. It happened in 1930 when the British were crushing pro-independence agitations. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്തിക്കൊണ്ടിരുന്ന കാലത്ത് 1930 ഇത് സംഭവിക്കുന്നത്. സലിഹാൻ was just 16, working in the fields along with 40 other Adivasi women. മറ്റ് 40 ആദിവാസി യുവതികളോടൊപ്പം പാടത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അന്ന് വെറും 16 വയസ്സുകാരിയായ സലിഹാൻ. Now paragraph number 3. Then a youngster from their village told them that the British were torching their homes and looting their grains. ആ സമയത്ത് തന്റെ ഗ്രാമത്തിൽ നിന്നുള്ള ഒരു യുവതി ഓടി കിതച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, ബ്രിട്ടീഷ് പട്ടാളം അവരുടെ വീടുകൾക്ക് തീയിടുകയും അവരുടെ ധാന്യം കൊള്ളയടിക്കുകയും ചെയ്യുന്നുവെന്ന്. Salihan's father was lying on the ground, bleeding with a bullet in his leg. സലിഹാന്റെ അച്ഛൻ ആ സമയം വെടിയേറ്റ് ചോരയൊലിച്ച് കാലിൽ വെടിയുണ്ട തളച്ചു കയറി സ്വന്തം വീടിന് മുന്നിൽ നിലത്ത് കിടക്കുകയായിരുന്നു. On hearing the news, Salihan ran back and attacked the officer single-handed with her lathi. ഈ വാർത്ത കേട്ട മാത്രയിൽ തന്നെ തന്റെ ഗ്രാമത്തിലേക്ക് പാഞ്ഞെത്തി തോക്കുധാരിയായ ആ ബ്രിട്ടീഷ് പട്ടാള ഉദ്യോഗസ്ഥനെ തന്റെ കയ്യിലിരുന്ന ലാത്തിയും കൊണ്ട് സലിഹാൻ ഒറ്റയ്ക്ക് നേരിട്ടു. She chased the man around the village and beat him. ആ ഗ്രാമത്തിന് ചുറ്റും ഇട്ടോടിച്ച് അയാളെ അവൾ തുരുതുര അടിച്ചു. The other young women attacked the rest of the soldiers. മറ്റു പട്ടാളക്കാരെ അവളോടൊപ്പം ഉണ്ടായിരുന്ന 40ഓളം വരുന്ന ആദിവാസി യുവതികൾ അടിച്ചോടിച്ചു. This is paragraph number 3. Now paragraph number 4. Salihan was around 90 years old when the writer met her. സായിനാഥ് അവരെ കണ്ടുമുട്ടുമ്പോൾ അവർക്ക് 90 വയസ്സ് പ്രായമുണ്ടായിരുന്നു. There was still the strength and beauty in her face. ആ പഴയ ശക്തിയും സൗന്ദര്യവും അപ്പോഴും ആ മുഖത്തുണ്ടായിരുന്നു. She was weak and fast losing her eyesight. കാഴ്ച മങ്ങി വളരെ ക്ഷീണിതയായിരുന്നു. She had no pension or assistance from either the central government or the state of Odisha. കേന്ദ്ര ഗവൺമെന്റിൽ നിന്നോ ഒഡീഷ സർക്കാരിൽ നിന്നോ ഒരു സഹായവും ഒരു പെൻഷനും അവർക്ക് കിട്ടിയിരുന്നില്ല. Her only possession was a multicolored bravery certificate. കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ധനം എന്ന് പറയുന്നത് വെറും ഒരു കടലാസ് കഷ്ണം, ധീരതയ്ക്കുള്ള സർക്കാരിന്റെ സർട്ടിഫിക്കറ്റ്. സലിഹാൻ lived and died in poverty in the midst of prosperity. സുഭിക്ഷത, സമൃദ്ധി ഇതിന്റെയൊക്കെ നടുവിൽ ഒറ്റയ്ക്ക് കൊടും പട്ടിണിയിൽ നമ്മുടെ സലിഹാൻ
ജീവിച്ചു മരിച്ചു. This is paragraph number 4. Friends, now the last paragraph of the essay. Paragraph number 5. No one remembered the bravery of this great woman. ഈ മഹതിയുടെ ധീരതയെപ്പറ്റി ഓർക്കാൻ ആരും ഉണ്ടായില്ല. സലിഹാൻ was almost forgotten by everyone. എല്ലാവരും സലിഹാനെ പറ്റി മറന്നു കഴിഞ്ഞിരുന്നു. Well, this is the answer to question number 25. Now take a look at the third essay question. Question number 26. Critically evaluate Chimamanda Ngozi Adichie's concept of gender. Gender അതായത് സ്ത്രീ പുരുഷ ലിംഗവ്യത്യാസം. ഇതിനെപ്പറ്റിയുള്ള ചിമമൻഡ നഗോസി അഡിച്ചയുടെ വീക്ഷണം, ഇതിനെ വിമർശനാത്മകമായി ഒന്ന് വിലയിരുത്താമോ? ഇതാണ് ചോദ്യം. ചിമമൻഡ നഗോസി അഡിച്ചെ ഈസ് എ ഫെമിനിസ്റ്റ് റൈറ്റർ ഫ്രം നൈജീരിയ. അതെ, ആഫ്രിക്കയിലെ നൈജീരിയയിൽ നിന്നുള്ള ഒരു സ്ത്രീപക്ഷ എഴുത്തുകാരിയാണ് ചിമമൻഡ നഗോസി അഡിച്ചെ. ഇൻ ദി എക്സ്ട്രാക്ട് ഫ്രം ഹർ ബുക്ക് ഡിയർ ഇജിയാവലെ, അഡിച്ചെ explains her concept of gender. ഡിയർ ഇജിയാവലെ എന്ന പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഈ പാഠഭാഗത്ത് അഡിച്ചയുടെ ലിംഗസങ്കല്പം അഥവാ വീക്ഷണം അവർ വിശദീകരിക്കുന്നു. This is paragraph number 1. Now take a look at paragraph number 2. Assigning gender roles to people is disgusting. ആൺ പെൺ തരംതിരിവിന്റെ അടിസ്ഥാനത്തിൽ ജോലികൾ വേർതിരിക്കുന്നത് നല്ലതല്ല. In many societies, household chores such as cooking, washing and sweeping are done only by women. മിക്ക സമൂഹങ്ങളിലും വീട്ടുജോലികൾ, അതായത് കുക്കിംഗ്, തുണിയലക്കലും പാത്രം കഴുകലും വീട് അടിച്ചുവാരൽ തുടങ്ങിയ ജോലികൾ സ്ത്രീകൾക്കായി മാറ്റിവെച്ചിരിക്കുന്നു. Bringing up children is supposed to be the prime responsibility of women. കുഞ്ഞുങ്ങളെ നോക്കുക, പോറ്റുക, വളർത്തുക എന്നുള്ളത് സ്ത്രീകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമായി മാറ്റിവെച്ചിരിക്കുന്നു. Adichie says that such thinking has to change. ഈ ചിന്താഗതി മാറ്റിയേ പറ്റൂ എന്ന് അവർ പറയുന്നു. She asks her friend Ijiawale never to tell her daughter what to do or not to do just because she is a girl. ഇജിയാവലെ എന്ന സുഹൃത്തിനോട് അവർ പറയുന്നു, ആ സുഹൃത്തിന്റെ മകൾ ഒരു പെൺകുട്ടിയായി പോയി എന്നതുകൊണ്ട് മാത്രം നീ ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത് എന്ന് അവളോട് ഒരിക്കലും പറയരുത്. Well, this is paragraph number 2. Now take a look at paragraph number 3. Adichie remembers being told as a child to bend down properly like a girl while sweeping. അഡിച്ചയുടെ ചെറുപ്പത്തിൽ നീ നേരെ ചൊവ്വേ ഒരു പെൺകുട്ടിയെ പോലെ കുനിഞ്ഞു നിന്ന് അടിച്ചു വാരണം എന്ന് മുതിർന്നവർ പറഞ്ഞു കൊടുത്തത് അവർ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഇറ്റ് മീൻസ് സ്വീപ്പിംഗ് ഈസ് ഓൺലി ഫോർ ഗേൾസ്. അതിന്റെ അർത്ഥം അടിച്ചുവാരൽ എന്നത് പെൺകുട്ടിയുടെ ജോലിയാണെന്നാണ്. We are often told that the reason men and women behave as they do is because of their gender. ആൺ ആണായിട്ടും പെണ്ണ് പെണ്ണായിട്ടും ഇരിക്കുന്നത് ലിംഗവ്യത്യാസം കൊണ്ടാണെന്നാണ് ആളുകൾ നമ്മളോട് പറയാറുള്ളത്. Men are active, rational and industrious because they are men. ആണുങ്ങൾ ചുറിയുറുക്കുള്ളവരും യുക്തിപൂർവ്വം കാര്യങ്ങൾ ചെയ്യുന്നവരും ഉത്സാഹശീലരുമായിരിക്കുന്നത് അവർ ആണുങ്ങളായതുകൊണ്ടാണ്. Women are passive, emotional and caring because they are women. എന്നാൽ സ്ത്രീകളോ, അവർ നിഷ്ക്രിയരും വികാരജീവികളും കരുതലുള്ളവരുമായിരിക്കുന്നത് അവർ സ്ത്രീകളായതുകൊണ്ടും. Well friends, this is paragraph number 3. Now take a look at paragraph number 4. In Adichie's view, boys and girls are born equal. അവരുടെ അഭിപ്രായത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും തുല്യരായാണ് ജനിക്കുന്നത്. It is society that thrusts gender roles on them. ലിംഗവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ജോലികൾ അടിച്ചേൽപ്പിക്കുന്നത് സമൂഹമാണ്. All the things that women do, men also can do, except bearing and breastfeeding children. ഈ പ്രസവവും മുലയൂട്ടലും ഒഴികെ സ്ത്രീകൾ ചെയ്യുന്ന ജോലികളെല്ലാം തന്നെ പുരുഷന്മാർക്കും ചെയ്യാൻ കഴിയും. Mothers should not identify too strongly with the role of motherhood. മാതൃത്വം തന്റെ മാത്രം പണിയാണെന്ന് സ്ത്രീകൾ ഒരിക്കലും കരുതരുത്. From the moment babies are born, society begins to condition boys and girls differently. ജനന സമയം മുതൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും സമൂഹം വ്യത്യസ്ത രീതിയിൽ പാകപ്പെടുത്തിയെടുക്കുന്നു. We dress them differently, talk to them differently and choose different toys for them to play with. വ്യത്യസ്ത രീതിയിൽ വേഷം, സംസാര രീതി, വ്യത്യസ്ത കളിപ്പാട്ടങ്ങൾ, ഈ രീതിയിലാണ് അവരെ വളർത്തുന്നത്. Well, this is paragraph number 4. Now friends, here is the last paragraph, the concluding paragraph. Adichie says that the idea of gender roles is absolute nonsense because such an idea has no validity. Adichie പറയുന്നത് ഈ ലിംഗം എന്ന ആശയം തന്നെ ശുദ്ധ അസംബന്ധമാണെന്നാണ്. കാരണം അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. She also hates the pink blue binary.
ആണിന് നീലയും പെണ്ണിന് പിങ്കും നിറങ്ങൾ കൊടുത്തുകൊണ്ടുള്ള ഈ ഏർപ്പാടിനോട് അവർക്ക് വെറുപ്പാണ്. She advises parents to equally share child care and domestic responsibilities. മാതാപിതാക്കളോട് അവർ പറയുന്നു എന്ത്? ശിശു സംരക്ഷണം, വീട്ടുജോലികൾ ഇവ തുല്യമായി പങ്കിട്ടെടുക്കാൻ. Well, this is the essay. Now friends, question number 27, the last question of this model question paper. How does Hiromi Goto portray the stereotypes associated with the physical features of a racist subject in the poem The Body Politic? വ്യത്യസ്ത വംശജരുടെ സ്ഥിരരൂപങ്ങളും സ്റ്റീരിയോടൈപ്സ് മാതൃകകളും അതിന്റെ ശാരീരിക ലക്ഷണങ്ങളും ഹിരോമി ഗോറ്റു എങ്ങനെയാണ് ദ ബോഡി പോളിറ്റിക് എന്ന കവിതയിൽ ചിത്രീകരിക്കുന്നത്? ഇതാണ് ചോദ്യം. Take a look at the answer. Paragraph number 1. Hiromi Goto is a Japanese Canadian poet. ജപ്പാനിൽ നിന്ന് കാനഡയിൽ കുടിയേറി പാർത്തിട്ടുള്ള ഒരു കവിയാണ് ഹിരോമി ഗോറ്റു. In the poem The Body Politic, she portrays the stereotypes associated with the physical features of a racist subject. The Body Politic എന്ന കവിതയിൽ വിവിധ വംശജരുടെ ചില സ്ഥിര മാതൃകാ രൂപങ്ങളും ശാരീരിക ലക്ഷണങ്ങളും അവർ നല്ല വ്യക്തമായി ചിത്രീകരിക്കുന്നുണ്ട്. It also describes the struggle of a racially discriminated immigrant in Canada. അതോടൊപ്പം കാനഡയിൽ നിലവിലുള്ള വർണ്ണ വിവേചനം കാരണം ദുരിതം അനുഭവിക്കുന്ന ഒരു കുടിയേറ്റക്കാരുടെ ചിത്രവും കാണാൻ സാധിക്കും. This is paragraph number 1. Now take a look at paragraph number 2. As her parents are Japanese, Goto has all features of the Japanese people, such as their color and their slanting eyes. മാതാപിതാക്കൾ ജപ്പാൻകാരായതിനാൽ നിറം, കണ്ണ് തുടങ്ങിയ ജപ്പാൻകാരുടെ പ്രത്യേകതകളെല്ലാം തന്നെ നമ്മുടെ കവിയിലുമുണ്ട്. The white people speak about her color in ways she finds intolerable. ഇവരുടെ നിറം തുടങ്ങിയ പ്രത്യേകതകളെ കുറിച്ച് വെള്ളക്കാർ സംസാരിക്കുന്നത് അസഹനീയമായ രീതിയിലാണ്. They want to dress her up in kimonos and garter belts. ജാപ്പനീസ് വേഷവിധാനമായ കിമോണോ, അതിന്റെ മുകളിൽ കെട്ടുന്ന ഗാർട്ടർ ബെൽറ്റ് തുടങ്ങിയ വസ്ത്രങ്ങൾ അവൾ അണിഞ്ഞു നിൽക്കുന്നത് അവർക്ക് കാണണം. They should hear about Zen and Buddhism. Zen, Buddhism തുടങ്ങിയ ആചാര രീതികളെ പറ്റി അവർക്ക് കേൾക്കണം. They also want to enjoy tiny slices of raw fish and finish off with exotic oriental sex. ജാപ്പനീസ് രീതിയിലുള്ള കനം കുറഞ്ഞ മീൻ കഷ്ണങ്ങൾ അവർക്ക് രുചിക്കണം. ഒപ്പം ഒക്കുന്നെങ്കിൽ അല്പം ജാപ്പനീസ് സെക്സും. Then they request her to pen a haiku for them. ഈ ജാപ്പനീസ് കവിതാ രീതിയായ ഹൈക്കു ഒന്ന് പാടി കേൾപ്പിക്കാമോ എന്നും അവർ ചോദിക്കും. Well, she is fed up with all these unnecessary comments and questions. ഇത്തരത്തിലുള്ള കമന്റുകളും ചോദ്യങ്ങളും കേട്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ് നമ്മുടെ ഗോറ്റു എന്ന കവി. Well friends, this is paragraph number 2. Now take a look at paragraph number 3. Gotu also highlights how the politics of normalcy and otherness is shaped around the body. അതായത് സാധാരണ കണ്ട് ശീലമുള്ള മനുഷ്യ ശരീരം, മറ്റേതിന്റെ ശരീരം, ഈ ശരീരത്തിന്റെ രാഷ്ട്രീയം, ഇതൊക്കെ അവർ വരച്ചു കാണിക്കുന്നുണ്ട്. Sometimes friends ask her if she is colored. ചിലപ്പോൾ സുഹൃത്തുക്കൾ അവളോട് ചോദിക്കാറുണ്ട്, നീ നിറമുള്ളവളാണ് അല്ലേ എന്ന്. To the whites, white is not a color. വെള്ളക്കാരെ സംബന്ധിച്ച് വെളുപ്പ് ഒരു നിറമേ അല്ല. That is why they call all others as colored people. അതുകൊണ്ടാണ് അവർ മറ്റുള്ളവരെ നിറമുള്ളവരെന്ന് വിളിക്കുന്നത്. The whites find fault with everything that is not white. വെള്ളയല്ലാത്ത എന്തിനെ പറ്റിയും അവർ കുറ്റം പറയും. About the color, the body shape, the eyes and the hair of the person, dress, language, gait, food and manners. നിറം, ശരീരത്തിന്റെ ആകാരം, കണ്ണുകൾ, മുടി, വസ്ത്രം, ഭാഷ, നടത്തം, ആഹാരം, പെരുമാറ്റ രീതികൾ, അങ്ങനെ എന്തിനെ പറ്റിയും മോശം പറയും. Anybody that is not white is the other to them. വെളുപ്പല്ലാത്തത് എന്തും അവർക്ക് മറ്റേതാണ്. And the other is always discriminated against, criticized and condemned as inferior to the white. ആ മറ്റേതിനെതിരെ അവർ എല്ലായ്പ്പോഴും വിവേചനം കാണിക്കും. മാത്രമല്ല വിമർശിക്കും, വെളുപ്പിനേക്കാൾ താണതാണ്, കുറഞ്ഞതാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കും. Well, this is paragraph number 3. Now friends, here is the last paragraph. In the poem, Goto talks about the social construction and conditioning of the normative body. ഈ കവിതയിൽ മനുഷ്യ ശരീരം എന്നാൽ എന്തായിരിക്കണം, അതിന്റെ കണ്ടീഷനിങ്, പാകപ്പെടുത്തൽ, സാമൂഹ്യ നിർമ്മിതി, സോഷ്യൽ കൺസ്ട്രക്ഷൻ, ഇവയെ പറ്റിയൊക്കെയാണ് കവി ചർച്ച ചെയ്യുന്നത്. She also highlights how people who do not fit into the category are branded as the other. അങ്ങനെ ചില പ്രത്യേക വിഭാഗങ്ങളിൽ പെടാത്തതിനൊക്കെ മറ്റേതായി ചിത്രീകരിക്കുന്ന രീതിയെ പറ്റിയും അവർ നന്നായി വിശദീകരിക്കുന്നുണ്ട്.
വെൽ ഫ്രണ്ട്സ്, ദീസ് ആർ ദി എസ്സേസ്. ഈ വീഡിയോസ് നന്നായി കാണുക, നന്നായി വായിക്കുക, നന്നായി പഠിക്കുക, എന്നിട്ട് മുഴുവൻ മാർക്കും വാങ്ങുക. വെൽ, താങ്ക് യു ഫോർ വാച്ചിങ്. See you soon in another video. Bye bye.